അടുത്തതായി ഈ നമ്മുടെ അധ്യായത്തിൻ്റെ ഒരു കാതലായ ഒരു ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. നിമിഷപ്രസംഗം. ഒരാളുടെ ഉള്ളിലുള്ള ഒരു പ്രാസംഗികനെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ അളക്കുന്ന ഒരു പ്രക്രിയയാണ് നിമിഷപ്രസംഗം. ഇന്നത്തെ ഈ നിമിഷപ്രസംഗത്തിൻ്റെ അവതാരകനായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ മനോജ് നമ്പ്യാരാണ്. കണ്ണൂർ ജില്ലക്കാരനായ ശ്രീ മനോജ് നമ്പ്യാരെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നന്ദി മുഖ്യ അവതാരകൻ. ഞാൻ ഇവിടെ ആദ്യം മുമ്പ് വന്നപ്പോൾ നമ്മുടെ ജിഷ്ണു സുരേഷിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഭാവങ്ങളും ഇന്ന് അദ്ദേഹം എത്ര വളർന്നു എന്ന് എല്ലാവരെയും എനർജിയിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം. അതിനെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഒരുപാട് മുന്നേറിയിരിക്കുന്നു. അതുപോലെ എനിക്ക് മുന്നേറാൻ തോന്നുന്നുണ്ട്. പക്ഷേ എന്തോ അറിയില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യമാണ് നിമിഷ പ്രസംഗ അവതാരകൻ എന്നുള്ളത്. അപ്പോൾ നിമിഷ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോൾ പച്ച വെളിച്ചവും, 1.5 മിനിറ്റ് ആകുമ്പോൾ മഞ്ഞ വെളിച്ചവും, 2 മിനിറ്റ് ആകുമ്പോൾ ചുവന്ന വെളിച്ചവും തെളിയുന്നതാണ്. കൂടാതെ 30 നിമിഷം കൂടുതൽ നൽകുന്നതായിരിക്കും. ഇത് പുതിയ അവതാരക ചിലപ്പോൾ അറിയില്ല. കൂടാതെ ഇന്നത്തെ വാക്ക് ജ്ഞാനം എന്നത് നമ്മുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആരംഭിക്കാം. ശ്രീ സജിത് വെള്ളിക്കുളങ്ങരെ ക്ഷണിക്കുന്നു. വിഷയം സാമ്പത്തിക വിനിയോഗം. അവിടെ നിന്ന് പറയോ? വിളിക്കില്ല. സാമ്പത്തിക വിനിയോഗം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം സാമ്പത്തിക വിനിയോഗം. സമ്പത്ത് എങ്ങനെ ചിലവഴിക്കാം എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സമ്പത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികമായ അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തികമായ വിനിയോഗത്തിൽ നമ്മൾ കാണിക്കേണ്ട ഒരു അച്ചടക്കം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് പൈസ അല്ലെങ്കിൽ സമ്പത്ത് ഒരു വലിയ ഘടകമല്ല, സ്നേഹമാണ്. തീർച്ചയായും സ്നേഹത്തിനും ജീവിതത്തിലെ മറ്റ് എല്ലാ ബഹുമാനം കൊടുക്കേണ്ട എല്ലാ മേഖലകൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്വവും ഗൗരവവും ഒക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തികമായ അച്ചടക്കമില്ല, സമ്പത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. അത് എല്ലാ അർത്ഥത്തിലുമുണ്ട്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ സമൂഹത്തിൽ കിട്ടുന്ന വില അത് നമ്മൾ സ്നേഹമായാലും എല്ലാത്തിനപ്പുറം ഒരാൾ നില നിശ്ചയിക്കുന്നതിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളെപ്പോഴും പണത്തെ ഒരു ഈശ്വരനായി കാണണം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു അതിശയോക്തിയാവില്ല. അത്ര കണ്ട് സമ്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ സമ്പത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ സമ്പത്തിനെ വിനിയോഗിക്കുന്നതോടൊപ്പം മനുഷ്യരെ നമ്മുടെ സമ്പത്തിനോടൊപ്പം ചേർത്ത് പിടിക്കാനും ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അതുകൊണ്ട് തന്നെ സമ്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സജിത് വെള്ളിക്കുളങ്ങര. അടുത്തതായി രാജീവൻ. അല്ല, ഒരു കാര്യം, നമ്മള് ഷീജ ചേച്ചിനെ ആദ്യം വിളിക്കാം. എന്നിട്ട് ഷീജ ചന്ദ്രൻ ആദ്യം സാധിക്കും. വിഷയം പാചകകല.
എല്ലാവർക്കും നമസ്കാരം. പാചകകലയെ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാളിലെ മുതൽ ഞാൻ പാചകത്തിൻ്റെ അടുക്കളയിലാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ട് വന്ന ഒരു കലയാണ് പാചകം ചെയ്യാന്ന് വെച്ചാൽ. നമ്മൾ അച്ചടക്കത്തോടും വൃത്തിയോടും വിനയത്തോടും കൂടി വേണം നമ്മൾ ആദ്യം പാചകം ചെയ്യേണ്ടത്. അത് നല്ലൊരു ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യണം. ദേഷ്യം പിടിച്ച് നമ്മൾ പാചകമൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് രുചിയൊന്നും ഉണ്ടാവില്ല. അത് സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വെച്ചു വിളമ്പി കൊടുക്കുമ്പോഴാണ് അതൊരു പാചകകലയായി മാറുക. നമ്മളെപ്പോഴും വൃത്തിയുള്ളവരായിരിക്കുക, സന്തോഷമുള്ളവരായിട്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ആ ഒരു പ്ലസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. നന്ദി, നമസ്കാരം. അച്ചടക്കത്തോടുകൂടി നമ്മൾ എവിടെയും വൃത്തിയായിട്ടിരിക്കുമ്പോൾ അതിനൊരു ശാന്തത കിട്ടും. എപ്പോഴും ശാന്തതയോടുകൂടി നമ്മൾ പെരുമാറുക. മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പുമ്പോൾ അതിൽ ഒരു ദുഷിച്ച മനസ്സോടുകൂടി ആവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നന്ദി. അടുത്തതായി സമയം എന്ന വിഷയത്തെ സംസാരിക്കാനായി നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ചേട്ടനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ ശ്രീ വിശ്വനാഥ് ഭാസ്കർ, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എനിക്ക് തന്നിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സമയം ആണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം. സമയമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സമയം നമ്മൾ എന്ത് വിചാരിച്ചാലും ആ സമയത്തിന് ഒരു മീറ്റിംഗ് വെച്ചാലും നമ്മൾ ആ സമയത്തിന് എത്തിയിരിക്കണം. നമ്മളൊരു ക്ലാസ്സിന് വിളിച്ച് 10 മണിക്ക് പോകണം, 10 മണിക്ക് എൻ്റെ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ നമ്മൾ ചില ക്ലാസ്സുകളിൽ കയറ്റത്തില്ല. അങ്ങനെയുള്ള സമയം എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകം തന്നെയാണ്. സമയമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു സമയം അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സമയത്തിന് നമ്മളൊരു വില കൽപ്പിച്ച് നമുക്ക് എല്ലായിടത്തും ഒരു മാന്യത ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഇന്നിപ്പം 10 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ 4 മണിക്ക് പോയാൽ അവർ പറയും വെളിയിൽ പോയിക്കൊള്ളാൻ പറയും, നിങ്ങളെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ സമയം ഒരു കൃത്യമായി പാലിക്കുക എന്നതൊരു ഭയങ്കര ഘടകം തന്നെയാണ്. അത് നിങ്ങളെല്ലാവരും ആ സമയം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സമയത്തിൻ്റെ വില നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിനിമം ഒരു മിനിറ്റെങ്കിലും നമ്മൾ പുതിയ ആളുകൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വിഷയം കുട്ടിക്കാലം. രാജി അവരെല്ലാം തന്ന സോറി, ആദ്യമായിട്ടാണ് ഞാനത് വരുന്നത്. എനിക്കൊരു ചെറിയ പേടിയുണ്ട്. പക്ഷേ ഞാൻ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഞാനതൊരിക്കലും തിരിച്ചു വരില്ല. എങ്കിലും ആ നിമിഷത്തെ ഓർത്തിട്ട് ഞാൻ ഇന്നും അഭിമാനപൂർവ്വം ജീവിക്കുന്നു. നല്ല പേടിയുണ്ട് എനിക്ക്. ആദ്യമായിട്ടാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് ടീച്ചർ എന്നുള്ളത്. ഞാൻ ഡിഗ്രി വരെ പ്രസംഗിച്ച് ഒക്കെ തുടങ്ങിയതാണ്. പിന്നെ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു 19 വർഷത്തോളമായിട്ടുണ്ടാവും ഇങ്ങനൊരു പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. നിർത്തിയിട്ട് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ 4 മക്കളായിരുന്നു. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ലാളിച്ചിട്ടാണ് വളർത്തിയത്. അമ്മ കുറച്ചൊരു ദേഷ്യക്കുള്ള ഒരാളായിരുന്നു.
അപ്പോൾ അച്ഛൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് എനിക്ക് വലിയൊരു മുറ്റും വലിയ പറമ്പൊക്കെ ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരു 12-15 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്കൂൾ വിട്ട് വന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയാണ് കളിച്ചിരുന്നത്. പിന്നെ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെയും വിശാലമായ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും എല്ലാം ഓർമ്മകളിപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒന്ന് തോന്നരുത്. ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ അന്തേച്ചോട് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം എന്നെ വിളിക്കരുത്, അടുത്ത തവണ എന്നെ വിളിച്ചാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ചേട്ടൻ വിളിച്ചപ്പോൾ ഞാനെന്നാ നന്ദി. തുടക്കക്കാർക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇനിയും ഇതുപോലെ നമ്മളെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തീപ്പൊരി പ്രസംഗം നമ്മുടെ അനിത ചേച്ചിയൊക്കെ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവിധ ആശംസകളും. അടുത്തത് ജലസംരക്ഷണം എന്ന വിഷയം ശ്രീ അജിത് കുമാർ. സോറി, ഗോപാൽജി. ജലസംരക്ഷണം. എല്ലാവർക്കും നമസ്കാരം. ജലസംരക്ഷണം മനുഷ്യന് ജലം വായു പോലെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. വെള്ളം കിട്ടാത്തൊരവസ്ഥയെപ്പറ്റി നമ്മളൊന്ന് ഒന്ന് മനസ്സുകൊണ്ട് ആലോചിക്കും. അപ്പം അത് വളരെ ദാരുണമാണ്. വെള്ളം കിട്ടാതെ ദാഹജലം കിട്ടാതെ ഉള്ള മരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്യാസന്ന ഗതിയിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജലത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു മുഖം കഴുകുമ്പോൾ അല്ലെങ്കിൽ ഒന്നുമില്ല ബാത്റൂമിൽ പോയിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ഈ പൈപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ തുള്ളി ആ ഡ്രോപ്പ് ഉറ്റി തീർന്നവരെ അതിന് തുള്ളിയെ ഉറ്റി നശിക്കാനും വിടാതെ അതിനെ കൂടെ നമ്മൾ അതിനെ മുറുക്കി ടൈറ്റാക്കിയിട്ട് നമ്മൾ വരാവും. വാഷ് ബേസിൽ കൈകഴുകുന്നത് നമ്മളിപ്പോൾ സ്വയം ആലോചിക്കാം. നമ്മളിപ്പോൾ വാഷ് ബേസിൽ മുഖം കഴുകുന്ന സമയത്ത് ഒരു പല്ലിയേച്ച് പോകുന്നത് ഈ പൈപ്പ് തുറന്നിട്ടുകൊണ്ട് തേക്കും. അപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ നമ്മൾ മാറ്റി പൈപ്പ് ആവശ്യത്തിന് മാത്രം തുറന്ന് ഉപയോഗിക്കുക. അപ്പോൾ ജലത്തിന് ഭൂമിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട. വായു നമുക്ക് ഭൂമിയിൽ നമുക്ക് ലഭ്യമാണ് എങ്കിലും വായുവിൽ ഓക്സിജൻ്റെ ലഭ്യത കൂട്ടാനുള്ള ശ്രമങ്ങൾ നമ്മളെ ഭാഗത്ത് വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇപ്പുറത്ത് ഓക്സിജനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പുറത്ത് വെള്ളവും കിട്ടൂ. അപ്പം ഈ 3 കാര്യങ്ങൾ നമുക്ക് തീ, വെള്ളം, അതേപോലെ വായു, ഇത് 3 നമ്മുടെ ജീവന് വളരെ അത്യാവശ്യമായ ഘടകമാണ്. ഇതിലേതും ഒന്നില്ലെങ്കിൽ ബാക്കി 2ൻ്റെ കാര്യം പരിതാപകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ കണിശമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പത്തി കുറച്ച് ഇംഗ്ലീഷ് കഴിഞ്ഞതിൽ വന്നു വരുന്നില്ല, അതൊന്നും അന്നേരം ഗോപാൽജി. ഏതായാലും കൂടുതൽ ആളെ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ മുഖ്യ അവതാരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെ, നന്ദി.